ഇത് ഒരു സംശയം ചോദിച്ചുകൊണ്ട് ഞാൻ മാത്രം പറയുന്നതാണ്. അല്ലാതെ ഇത് വേറെ ഒരു കാര്യമല്ല. ഇത് വേറെ ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഒരു MLA അറസ്റ്റ് ചെയ്യുന്നതിന് സ്പീക്കറുടെ അധിക അനുവാദം ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് ഒരു 2 സാഹചര്യങ്ങളിൽ സ്പീക്കറുടെ അനുവാദം വേണ്ടിവരും. അല്ലാതെ MLAയുടെ ഉത്തരവാദിത്വമൊന്നും സ്പീക്കറിനൊന്നും അല്ല. എപ്പോഴും അറസ്റ്റ് ചെയ്യുന്നതിന് സ്പീക്കറുടെ അനുവാദം ആവശ്യമില്ല. അതായത് 2 സാഹചര്യങ്ങളിൽ വേണം. ഒന്ന്, അസംബ്ലി സെഷൻ നടക്കുമ്പോൾ ഒരു MLA അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സ്പീക്കറുടെ അനുവാദം ചോദിക്കണം. അതേപോലെ തന്നെ ഈ ആ അസംബ്ലി സ്ഥിതി ചെയ്യുന്ന ആ കോമ്പൗണ്ടിൽ അല്ലോ ആ കെട്ടിടം അവിടെ കയറി അറസ്റ്റ് ചെയ്യണമെന്നിരിക്കട്ടെ, അങ്ങനെ കയറി അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടും സ്പീക്കറുടെ അനുവാദം ആവശ്യമാണ്. കാരണം ഈ ലെജിസ്ലേച്ചർ കോംപ്ലക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള ഒരു സ്ഥലമാണ്. അതിന് ലെജിസ്ലേച്ചർ സെക്രട്ടറി ഉണ്ട്, അതുകൂടാതെ അദ്ദേഹം സ്പീക്കറും ഉണ്ട്. ഈ സ്പീക്കറുടെ അനുവാദം അങ്ങനെ ഉള്ളപ്പോൾ നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കേണ്ടതാണ്. ഈ 2 സാഹചര്യങ്ങളിൽ ഒഴികെ അല്ലാത്തപ്പോഴേക്കും എന്നും MLA ഒന്നും അറസ്റ്റ് ചെയ്യാൻ പെർമിഷനൊന്നും വേണ്ട. എൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ MLAക്ക് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. ഇവിടെ ആകെ ഇമ്മ്യൂണിറ്റി ഉള്ള കുറച്ച് പേർക്കേ ഉള്ളൂ. അതായത് ഇതിൻ്റെ തലപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് അവരൊരു ക്രൈം ചെയ്താൽ പോലും അതിന് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനോ ഒന്നും ചെയ്യാനൊക്കത്തില്ല അവരെ. പിന്നെ അതേപോലെ ലോക്സഭാ സ്പീക്കർ ഉള്ളതാണ് കേട്ടോ, അദ്ദേഹത്തിനുണ്ട്, ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണ്. പിന്നെ നമ്മുടെ ഫോറിൻ ഡിപ്ലോമാറ്റ്സ്, ഇപ്പോൾ അംബാസഡേഴ്സ്, അതേപോലെ ഉള്ള ഫോറിൻ ഡിപ്ലോമാറ്റിക് ഏജൻസിയിലുള്ള ഉയർന്നിരിക്കുന്ന ആളുകൾ, അവർക്ക് ഒക്കെ ഇമ്മ്യൂണിറ്റിയാണ്. അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അവരുടെ പേര് കേസെടുക്കാനും ഒക്കുകയല്ല. ആ രീതിയിൽ ഇങ്ങനെയൊക്കെ പ്രൈം മിനിസ്റ്റർക്ക് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അത് നമ്മളിവിടെ അങ്ങ് കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർക്കും പ്രൈം മിനിസ്റ്റർക്കും ഒന്നും ഇമ്മ്യൂണിറ്റി ഇല്ല, ഗവർണർക്കുണ്ട്. അപ്പൊ ഇതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആർക്കും ഇമ്മ്യൂണിറ്റി ഒന്നും ഇല്ല. MLAക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല ഒരു MLA അറസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 2 സാഹചര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ അനുവാദം വാങ്ങിയിരിക്കണം. ഞാൻ TV-യിലെ മാധ്യമ വാർത്തകളെല്ലാം ഞാൻ മിക്കവാറും ഒക്കെ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന ആളാണ്. മിക്കവാറും എല്ലാ ചാനലുകളും ഞാൻ കാണാറുണ്ട്. മാറി അത് കാണും, ഓരോ വാർത്തകൾ കാണും. ഇപ്പോൾ യഥാർത്ഥത്തിൽ TV ചാനലുകൾ, നമുക്ക് വാർത്താ ചാനലുകൾ തുറന്നു വെക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇതിപ്പോൾ കാണുന്നത്. വളരെ വളരെ മോശമായ കാര്യങ്ങളാണ് അതിലൊക്കെ പറയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, പല കാരണങ്ങൾ കൊണ്ടും. എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമല്ല അത്, അതുകൊണ്ടാണ്. മാത്രമല്ല എന്നെപ്പോലുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ പ്രതികരിക്കാൻ പറ്റിയ കൊള്ളാവുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം കളയുക. പക്ഷേ ഈ അസാൻമാർഗീയത എന്ന് പറയുന്ന അത് ജനങ്ങൾക്ക് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഒരു പുരുഷന് ഏതെങ്കിലും, അതായത് അയാൾ ഭർത്താവാണ്, അച്ഛനാണ്, പെമ്മക്കൾ കാണും അയാൾക്ക്, അങ്ങനെയുള്ളൊക്കെ ഒരാള് ഈ അസാൻമാർഗീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് ആ കുടുംബം മനസ്സിലാക്കണമെന്നിരിക്കട്ടെ, നാട്ടുകാർ മുഴുവൻ അറിയുന്നെന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ അസാൻമാർഗീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്ത്രീ ബന്ധം, അത് ഒന്നല്ല പലതുമായിട്ടും ഇതിന് പുറകെ നടന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകളായിട്ട് വരുന്നെന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു അയാളുടെ മകള് എങ്ങനെ സ്കൂളിൽ പോകും, അല്ലെ കോളേജിൽ പോകും, എങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കും, അത് ചിന്തിക്കണ്ടേ? ഇവിടെ പരാജയപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ആരാണ്? ഈ വൃത്തികെട്ടവനല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അയാളെ ഒന്നും അറിയാത്ത നിർദോഷികളായ അയാളുടെ കുടുംബാംഗങ്ങളാണ്. അയാളുടെ മകൻ, അയാളുടെ മകൾ, അയാളുടെ ഭാര്യ, അയാളുടെ അച്ഛൻ, അമ്മ, ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് അവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇത് പറഞ്ഞിട്ട് ഇവനൊക്കെ എന്ത് വൃത്തികേടും കാണിച്ചുകൊണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. അത് അവനെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ, ഇപ്പോൾ അയാൾ വിഭാര്യനാണ്, മക്കളൊന്നുമില്ല, ആരുമില്ല, അയാളുടെ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല, സഹോദരങ്ങൾ ആരും ജീവിച്ചിരിക്കുന്നില്ല, അല്ലെ ഇല്ല, അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്താൽ വേറെ ആരെയും ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഈ അമ്മയും ഭാര്യയും പിതാവും അതുപോലെ തന്നെ മക്കളും സഹോദരങ്ങളും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് ഇന്നാരുടെ പെങ്ങളാകട്ടോ എന്ന് ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ സഹോദരിയെ കാണിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ആ മാനസിക സംഘർഷം ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, വിഷമം. യഥാർത്ഥത്തിൽ ഇതിൽ അനുഭവിക്കുന്നത് ആരാണ്? ഈ അസാൻമാർഗീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അനുഭവിക്കുന്നത്, അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്, അത് പേറുന്നത് ഈ ചെയ്യുന്നവരല്ല, നേരെ മറിച്ച് അയാളുടെ നിർദോഷികളായ അയാളുടെ കുടുംബാംഗങ്ങളാണ്. അതൊന്നും മനസ്സിലാക്കണം. അത്
മനസ്സിലാക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അതല്ല വേണ്ടത്. അവർ ചെയ്യാം, അവർക്ക് ചെയ്യണം. കാരണം ഒരാളോട് തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്, അത് ചെയ്യാം. പക്ഷേ അതിൻ്റെ പരിണിത ഫലം ആലോചിക്കേണ്ടത് ഈ അസാൻമാർഗീയ പ്രവർത്തനം നടത്തുന്നവനാണ് ആലോചിക്കേണ്ടത്. ഞാനിങ്ങനെ പോയാൽ നാളെ എൻ്റെ പെമ്മക്കൊക്കെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കണം. ആ ചിന്തിക്കുന്നവനില്ല ഇതിനകത്ത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അതിങ്ങനെ നടക്കട്ടെ, ഈ വീഴ്പ്പുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അലക്കട്ടെ. പക്ഷേ വീഴ്പ്പുകൾ അലക്കപ്പെടുമ്പോൾ ഈ പാവപ്പെട്ട നിർദോഷികളായ ഈ കുടുംബാംഗങ്ങൾ അവർ ഒരുപാട് അനുഭവിക്കും. ഒരു ദിവസത്തേക്കല്ല, വർഷങ്ങളോളം അനുഭവിക്കും. അത് ഒന്ന് തിരിച്ചറിയണം. ഇനിയുള്ളവനെങ്കിലും ഇതിനിറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിച്ചറിയണം.